നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൂക്കിക്കൊണ്ടുപോയ അതേ സ്പീഡിൽ തിരികെ കൊണ്ടാക്കി പിണറായി പോലീസ് മാതൃകയായി. വെറുതെ നിന്നിങ്ങനെ നാറാനും വേണം തൊലിക്കട്ടി. നോട്ടീസ് നൽകി വിട്ടയക്കാനായിരുന്നുവെങ്കിൽ ഇമ്മാതിരി കോലാഹലമുണ്ടാക്കി എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI നിർമ്മിത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പക്ഷേ അറസ്റ്റ് ചെയ്തില്ല, നോട്ടീസ് നൽകി വിട്ടയച്ചു. സംഭവം പ്രതിഷേധം കനത്തതോടെ പണി പാളിയ പോലീസ് വെറുതെ വിട്ടയച്ചതാണ്. എന്തിനാ പിള്ളേച്ചൻ കുനിഞ്ഞതെന്ന് മീശമാധവൻ സിനിമയിൽ ചോദിക്കുമ്പോൾ ജഗതി നിവരാൻ വേണ്ടി കുനിഞ്ഞതാണെന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോയി ഇത്. എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോയത്? തിരികെ കൊണ്ടാക്കാനെന്ന് ട്രോള്. ഏതായാലും സർക്കാരിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് സുബ്രഹ്മണ്യന്റെ അറസ്റ്റും വിട്ടയക്കലുമൊക്കെ. കാരണം അമ്മാതിരി ഷോ കാണിച്ചാണ് സുബ്രഹ്മണ്യനെ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയത്. അതായത് രാവിലെ 8 മണിയോടുകൂടി വീട് വളഞ്ഞ് പോലീസ് അകത്ത് കയറി പിടിച്ചുകൊണ്ട് പോകുകയായിരുന്നു, ഏതാണ്ട് തീവ്രവാദിയെ പോലെ. കറുപ്പ് ഭയം, വിമർശനങ്ങൾ ഭയം, സമരം ഭയം, ദേ ഇപ്പോൾ AI ചിത്രവും ഭയം. എന്നിട്ടും അണികൾ വിളിക്കും ഇരട്ടച്ചങ്കൻ. കറുപ്പ് കാണുമ്പോൾ ഹാലിളകുന്നതിന് പിന്നാലെ AI ചിത്രം കണ്ടാലും ഹാലിളകി ഊടുപാട് അറസ്റ്റിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി. സുബ്രഹ്മണ്യനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തുവെന്നായിരുന്നു വെയ്പ്പ്. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് വ്യക്തം. രാവിലെ ഒരു 8 മണിയോടുകൂടി വീട്ടിലെത്തിയായിരുന്നു പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കലാപാഹ്വാനം നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് എൻ സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. ഒരു AI ചിത്രം പുറത്തുവിട്ടതിന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള ഒരു കുറിപ്പോടുകൂടിയായിരുന്നു സുബ്രഹ്മണ്യൻ പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ അതിന് കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടും സുബ്രഹ്മണ്യം ഈ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്നായിരുന്നു വീട്ടിൽ കയറിയുള്ള അറസ്റ്റ്. എന്നാൽ പോകുന്ന പോക്കിൽ ഇരട്ടച്ചങ്കനിട്ട് പൊട്ടിച്ചിട്ടായിരുന്നു സുബ്രഹ്മണ്യൻ പോയത്. ഇത് ഇരട്ടച്ചങ്കല്ല, ഓട്ടച്ചങ്കാണ്. ഒരു ചിത്രം പോലും കണ്ടാൽ ഭയം. ഇതേ ചിത്രം പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖറിനെ തൊട്ടില്ല, അത് മോദി പേടി കാരണമാണ് എന്നൊക്കെയുള്ള പരിഹാസമാണ് സുബ്രഹ്മണ്യൻ നടത്തിയത്. പക്ഷേ ഈ അറസ്റ്റോടുകൂടി പിണറായിക്ക് കണ്ടകശനി തുടങ്ങി. പല ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും അണികളുമെല്ലാം ചിത്രം വൈറലാക്കി വിടുന്നു. പോലീസ് എത്ര പേർക്കെതിരെ കേസെടുക്കുമെന്ന് കാണണമെന്നാണ് ഇവരുടെ വെല്ലുവിളി. അല്ലെങ്കിലും പണി ചോദിച്ചു മേടിക്കുന്നത് മുഖ്യന്റെ ഒരു ശീലമാണ്. മുൻപ് പോറ്റിയെ കേറ്റിയെ പാട്ട് പാടുന്നവർക്കെതിരെയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കാനും പാട്ടെഴുതി പാടിയവർക്കെതിരെ കോടതിയിൽ പോകുമെന്നും ഭരണകൂട വിരട്ട്. തൊട്ടു പിന്നാലെ കേരളം മുഴുവൻ ആ പാട്ടങ്ങ് പാടി. ചെറിയ കുട്ടികളെ കൊണ്ടുവരെ പാട്ട് പാടിച്ച് വൈറലാക്കി. പണി കിട്ടുമെന്ന് വ്യക്തമായതോടെ അറസ്റ്റുമില്ല കേസുമില്ലെന്ന് പറഞ്ഞ് പിണറായി ഓടി. അതുതന്നെയാണ് പോറ്റിക്കൊപ്പമുള്ള ചിത്രം വൈറലാകുന്നതിലും ഇപ്പോൾ സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികളിൽ മുൻപ് കറുപ്പിട്ട് വരാൻ പാടില്ല എന്നൊരു തിട്ടൂരം വന്നത് ഓർക്കുന്നില്ലേ? അതായത് കറുപ്പിട്ട് വന്നാൽ അവന്മാരെ എല്ലാവരെയും തൂത്തുവാരി പെറുക്കി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ഷർട്ട് ഊരിക്കുന്നു. കറുത്ത കൊടയം കൊണ്ട് വന്നവനെ വരെ പരിപാടികളിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അന്നും മലയാളി, പക്ഷെ കറുപ്പിട്ട് മുഖ്യന്റെ സമനില തെറ്റിച്ചു. അതേപോലെയാണ് പോറ്റിയെ കേറ്റിയെ പാട്ടും പാടി മുഖ്യന്റെയും കൂട്ടരുടെയും സമനില തെറ്റിക്കുന്നു. ഇപ്പോൾ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം പങ്കുവെച്ചും സമനില തെറ്റിക്കുന്നു. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയായിരുന്നു എൻ സുബ്രഹ്മണ്യൻ ഈ ചിത്രം പങ്കുവച്ചത്. പ്രചരിക്കപ്പെടുന്നത് AI ഫോട്ടോയാണെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുന്നതിന് പിന്നാലെയാണ് സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനത്തിന് ചേവായൂർ പോലീസ് കേസെടുത്തത്. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രമാണെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നെടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. പക്ഷേ അതിലൊരു ചിത്രം AI ആയിരുന്നു. അപ്പോഴും കലാപാഹ്വാന വകുപ്പ് ചുമത്തിയതാണ് പോലീസിനെ വീട്ടിലാക്കിയത്. പോലീസിലെ ഉന്നതൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് സുബ്രഹ്മണ്യനെ പിന്നീട് വിട്ടയച്ചത്. കോൺഗ്രസ് അതിരൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ വിമർശിച്ചു. സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതിയായ D മണി ഒളിവിലായിട്ട് മാസങ്ങളായിട്ടും പിടികൂടാൻ കഴിയാത്ത പോലീസ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ മുതിർന്ന നേതാവിനെതിരെ കാണിക്കുന്നത് കാട്ടുനീതിയാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി.
മുഖ്യമന്ത്രിയും പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ വീഡിയോ സഹിതം പുറത്തു വന്നതാണെന്നും അത് AI ആണെന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കേണ്ട എന്നും രമേശ് ചെന്നിത്തല മറുപടി കൊടുത്തു. സമാനമായ ചിത്രം BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത് BJPയും CPMഉം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ വായ മൂടിക്കെട്ടാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട എന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അങ്ങനെ കോൺഗ്രസുകാരെല്ലാവരും കൂടെ ഇരച്ചിറങ്ങിയതോടെയാണ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചത്. രാവിലെ അങ്ങ് കയറി ചെന്ന് പിടിച്ചുകൊണ്ടു പോകാൻ മാത്രം അയാൾ വല്ല കേസിലെ പ്രതിയാണോ അതോ തീവ്രവാദിയാണോ എന്നുള്ള ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ സർക്കാരിനോട് ചോദിച്ചത്. സുബ്രഹ്മണ്യനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റേഷന് മുന്നിൽ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിലും സ്റ്റേഷനിൽ ഹാജരായില്ല. സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് വിട്ടയച്ചു. കാരണം പണി പാളാൻ പോകുന്നു എന്നുള്ളത് പോലീസിനും വ്യക്തമായതോടെയായിരുന്നു വിട്ടയച്ചത്. ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും യോജിക്കാത്ത രീതിയാണ് ഇതെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ പ്രതികരിച്ചു. ഒരു മര്യാദയുമില്ലാത്ത നടപടിയാണിത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമെടുത്ത കേസിൽ പോലീസിന്റെ ഹീനമായ നടപടിയാണിത്. നേതാക്കളെ പരിഹസിച്ച് പോസ്റ്റ് ഇടുന്നത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല എന്ന നിലപാടാണോ ഇവർക്കുള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പോലീസിൽ നിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇതേ ചിത്രം പോസ്റ്റ് ചെയ്ത BJPക്കാരെ ഇവരെന്തുകൊണ്ട് തൊടുന്നില്ല? തുല്യനീതി പോലും ഇല്ലാത്ത നടപടിയാണിത്. പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും കൈവിടുമെന്നുറപ്പായ ദിനത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നടപടിയാണിതെന്നും പ്രവീൺ കുമാർ വിമർശനം ഉന്നയിച്ചു. എന്തായാലും സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയതും പിന്നീട് വിട്ടയക്കേണ്ടി വന്നതുമൊക്കെ സർക്കാരിന് വലിയ ക്ഷീണമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.